നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഏവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ വീഡിയോയിൽ പത്താം ഉദയം എന്താണ് എന്നും പത്താം ഉദയത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും പത്താം ഉദയത്തിൽ അനുഷ്ഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ ഏവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. 2026 പത്താം ഉദയം വരുന്നത് ഈ മാസം ഏപ്രിൽ 23 വ്യാഴാഴ്ചയാണ്. കേരളത്തിലെ കാർഷിക സംസ്കാരവുമായും സൂര്യൻ്റെ സഞ്ചാരവുമായിട്ടും ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പത്താം ഉദയം. മേടമാസത്തിലെ 10ാമത്തെ ദിവസമാണ്, അതായത് മേടപ്പത്ത്, പത്താം ഉദയമായിട്ട് ആഘോഷിക്കുന്നത്. സൂര്യൻ തൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തുന്ന ദിവസമാണെന്നാണ് വിശ്വാസം. സൂര്യൻ ഏറ്റവും ശക്തനായി ഉദിച്ചുയരുന്ന ദിവസമായിട്ട് ഇതിനെ കണക്കാക്കുന്നുണ്ട്. അതിനാൽ അന്നേ ദിവസം സൂര്യോദയത്തിന് വലിയ പ്രാധാന്യവുമുണ്ട്. പഴയ കാലത്ത് കർഷകർ വിത്തിടാനും കാർഷിക വൃത്തികൾ ആരംഭിക്കാനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിനമായിട്ടാണ് ഇതിനെ കണ്ടിരുന്നത്. പത്താം ഉദയം കഴിഞ്ഞാൽ പിന്നെ മഴക്കാലത്തിനായുള്ള ഒരുക്കങ്ങളാണ് തുടങ്ങുക. പത്താം ഉദയത്തിന് 10 സൂര്യൻ്റെ ഉദയത്തിന് തുല്യമായ പ്രഭയുണ്ടെന്നാണ് പറയുന്നത്. അന്ന് ഭൂമിയിൽ തൊടുന്നതിനും കൃഷി തുടങ്ങുന്നതിനും പ്രത്യേക ഐശ്വര്യമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. പലയിടങ്ങളിലും ഈ ദിവസം പത്താം ഉദയം കഞ്ഞി ഉണ്ടാക്കാറുണ്ട്. മുറ്റത്ത് 10 തിരിയിട്ട വിളക്ക് കൊളുത്തി വയ്ക്കുന്ന രീതിയും ചില ഭാഗങ്ങളിലുണ്ട്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ പത്താം ഉദയത്തോടനുബന്ധിച്ച് പ്രത്യേക പൂജകളും ഉത്സവങ്ങളും ഒക്കെ നടക്കാറുണ്ട്. പത്താം ഉദയ ദിവസം പ്രധാനമായും സൂര്യനെ ആരാധിക്കുന്നതിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടുള്ള ചില ആചാരങ്ങളാണല്ലോ പിന്തുടരുന്നത്. അന്നേ ദിവസം കുറച്ച് കാര്യങ്ങൾ സൂര്യഭഗവാന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. ഇനി പറയുന്നവയാണ് കേട്ടോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പത്താം ഉദയ ദിവസം സൂര്യൻ അതിശക്തനാണെന്നാണല്ലോ വിശ്വാസം. അതിനാൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സൂര്യോദയം ദർശിക്കുന്നത് അത്യുത്തമമാണ്. ഭഗവാന് സൂര്യ നമസ്കാരം ചെയ്യുന്നതും അതിലേറെ ഉത്തമം. വീടിൻ്റെ ഉമ്മറത്തോ മുറ്റത്തോ സന്ധ്യാസമയത്ത് 10 തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി വയ്ക്കാറുമുണ്ട്. ഇത് 10 സൂര്യന്മാരുടെ പ്രഭയെയാണ് പ്രതിനിധീകരിക്കുന്നത്. സന്ധ്യാസമയം എന്ന് പറയുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ള ഒരു സമയമുണ്ട്. ആ സമയമാണ് കേട്ടോ സന്ധ്യാസമയം. സൂര്യൻ അസ്തമിച്ചതിന് ശേഷമല്ല, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ള സമയത്താണ് 10 തിരിയിട്ട് വിളക്ക് കത്തിക്കേണ്ടത്. കാർഷിക വൃത്തികൾ തുടങ്ങാനായിട്ടുള്ള ഏറ്റവും നല്ല ദിവസവുമാണ് പത്താം ഉദയം. പഴയ കാലത്ത് കർഷകർ അന്നേ ദിവസം തങ്ങളുടെ കൃഷിയിടങ്ങളിൽ വിത്തിറക്കുകയും തൈകൾ നടുകയൊക്കെ ചെയ്യുമായിരുന്നു. പഴയ കാലത്തെന്നല്ല, ഇപ്പോഴും കുറച്ചൊക്കെ ആളുകൾ അത് തന്നെ പിന്തുടർന്നു പോരുന്നവരും ഉണ്ട് കേട്ടോ. ചില ഭാഗങ്ങളിൽ കന്നുകാലികളെ കുളിപ്പിച്ച് കുരു തൊടുവിക്കുന്ന രീതിയും നിലവിലുണ്ട്. ആ ദിവസം ഉണ്ടാക്കുന്ന, അതായത് പത്താം ഉദയത്തിൻ്റെ അന്ന് ഉണ്ടാക്കാനുള്ള കഞ്ഞി ഉണ്ടല്ലോ, അതിൽ ഉണക്കലരിയും തേങ്ങാൽപ്പാലും പയറും ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. അത് പത്താം ഉദയം പ്രസാദം എന്നാണ് പറയപ്പെടുന്നത്. ഈ ദിവസം മണ്ണിൽ കിളയ്ക്കുന്നതും ചെടികൾ നടുന്നതും വളരെ വിശേഷമായിട്ടാണ് കരുതപ്പെടുന്നത്. ഔഷധ സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നത് വളരെ ഉത്തമവും ആ സമയം വളരെ അനുയോജ്യവുമാണ്. പത്താം ഉദയ ദിവസം സൂര്യരശ്മികൾ ഏൽക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്നും ഒരു വിശ്വാസമുണ്ട്. ഇന്നത്തെ കാലത്ത് സൂര്യരശ്മികൾ ഏൽക്കുന്നതിനൊരു സമയവും ഉണ്ട്. രാവിലെ സൂര്യൻ ഉദിച്ചു തുടങ്ങി ഒരു 10 മണി വരെയൊക്കെ ഉള്ള സമയത്ത് ഈ സൂര്യരശ്മികൾ ഏൽക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ചൂട് കൊണ്ട് നാശമായി പോവും. അപ്പോൾ സൂര്യൻ്റെ ചൂട് നമുക്കൊക്കെ സഹിക്കാനാവുന്നതിനും അപ്പുറമായിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യണേ, ചൂട് ഒരുപാട് നമ്മുടെ ശരീരത്തേക്ക് ഏൽക്കുന്നതിന് മുമ്പായിട്ട് വേണം സൂര്യരശ്മികൾ ശരീരത്തേക്കാനായിട്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രകൃതിയോടും സൂര്യനോടുമായിട്ടുള്ള നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു ദിവസമാണ് പത്താം ഉദയം. അതുപോലെ തന്നെ പത്താം ഉദയത്തിൻ്റെ അന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ പുണ്യവത്തായ കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, ദാനം കൊടുക്കുന്നത് വളരെ പുണ്യമാണെന്നല്ലേ. അത് എന്ത് ദാനം ആയിക്കോട്ടെ, ഏതൊരു വസ്തു ആയിക്കോട്ടെ, ചിലപ്പോൾ ഭക്ഷണമാകാം, അതല്ല എങ്കിൽ വസ്ത്രമാകാം, അല്ലേ. നമുക്കുള്ളത് എന്തോ അത് മറ്റൊരാൾക്ക് ദാനമായിട്ട് നൽകുന്നത് വളരെ ഉത്തമമാണ് പത്താം ഉദയത്തിൻ്റെ അന്ന്.
നമുക്ക് വസ്ത്രം ദാനം കൊടുത്താൽ വസ്ത്രം ഇഷ്ടം പോലെ ലഭിക്കുമെന്നും അന്നം ദാനം കൊടുത്താൽ അന്നം ഒരിക്കലും മുട്ടുണ്ടാവില്ല, അന്നത്തിന് മുട്ടുണ്ടാവാണ്ട് ധാരാളം ഭക്ഷണ സാധനങ്ങൾ നമുക്ക് ഉണ്ടാവുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തു ചെയ്യണം? 10ാം ഉദയത്തിൻ്റെ അന്ന് ദാനം കൊടുക്കാനും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കുക. മറ്റുള്ളവർക്ക്, ഇല്ലാത്തവർക്ക് നമ്മൾ എന്തെങ്കിലും നൽകുന്നത് എപ്പോഴും പുണ്യം തന്നെയാണ്. നമുക്കതുകൊണ്ട് ഒരു ദോഷവും വരില്ല. ഇന്നത്തെ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ. ഏവരെയും ഭഗവാൻ എന്നും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമസ്കാരം.